കുടുംബ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വാർത്തകളിൽ നിറയുകയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. മന്ത്രിയുടെ വാളകത്തെ വീട്ടിൽ അറിയിപ്പില്ലാതെ എത്തിയ ഭാര്യ ബിന്ദു മേനോൻ കണ്ട സംഭവങ്ങൾ പറയാൻ പോലും കഴിയാത്തതാണ് എന്നവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ ഫോട്ടോയായി പകർത്തിയതായും ബിന്ദു വ്യക്തമാക്കി. മന്ത്രിയുടെ ഭാര്യ വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ മറ്റൊരു യുവതി ഉണ്ടായിരുന്നുവെന്നും ഇവരുമൊത്ത് മന്ത്രി അടുത്തിടപെടുകയായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ദൃശ്യങ്ങൾ ബിന്ദു മേനോൻ തന്റെ ഫോണിൽ പകർത്തുകയും ചെയ്തു. ബി.ജെ.പി. നേതാവും മുൻ IPS ഉദ്യോഗസ്ഥയുമായ തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ ആർ. ശ്രീലേഖയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് താൻ പോലീസ് കൺട്രോൾ റൂമിനെ വിവരമറിയിച്ചതെന്ന് ബിന്ദു മേനോൻ പറഞ്ഞു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി താനും മന്ത്രിയും തമ്മിൽ പലപ്പോഴും തർക്കമുണ്ടാകാറുണ്ടെന്നും എന്നാൽ തനിക്ക് സംശയരോഗമുണ്ടെന്ന രീതിയിൽ ഗണേഷ് കുമാർ കുടുംബാംഗങ്ങളോട് പോലും പറഞ്ഞിരുന്നുവെന്നും ബിന്ദു ആരോപിച്ചു. കഴിഞ്ഞ 2 മാസമായി മന്ത്രി തന്നോട് സംസാരിക്കാതെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറയില്ലായിരുന്നു, പക്ഷേ അതിനു പകരം വാർത്താ സമ്മേളനം വിളിച്ച് തന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുകയായിരുന്നു എന്നും ബിന്ദു പറഞ്ഞു. മന്ത്രിയുടെ സ്റ്റാഫ് പോലും അനുരഞ്ജനത്തിന് ശ്രമിച്ചതായും പോലീസ് എത്തുന്നതിന് മുമ്പ് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയെ മറ്റൊരിടത്തേക്ക് മാറ്റിയതായും അവർ ആരോപിച്ചു. ഇതാദ്യമല്ല സ്ത്രീ വിഷയങ്ങളുടെ പേരിൽ ഗണേഷ് കുമാർ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഗണേശൻ എന്ന പേരിൽ വർഷങ്ങളോളം മലയാള സിനിമയിൽ അഭിനയിച്ച ശേഷമാണ് കെ.ബി. ഗണേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നത്. 2001 പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം A.K. ആന്റണി മന്ത്രിസഭയിൽ അംഗമായി. അക്കാലത്ത് തന്നെ KSRTCയെ കാര്യക്ഷമമായ ഭരണക്രമത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ പലപ്പോഴും ബാധിച്ചു. ആദ്യ ഭാര്യയായ ഡോക്ടർ യാമിനി തങ്കച്ചിയുമായുള്ള ബന്ധം ഗാർഹിക പീഡനവും വിദേഹേതര ബന്ധവും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾക്കിടയിൽ പിരിഞ്ഞിരുന്നു. 1994 വിവാഹിതരായ ഇവർക്ക് 2 മക്കളുണ്ട്. വിവാഹമോചന കേസിൽ ഡോക്ടർ യാമിനി തങ്കച്ചി ഏകദേശം 200 മില്യൺ രൂപ ജീവനാംശമായി ആവശ്യപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമമായ കലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇടക്കാല ജീവനാംശമായി 25 മില്യൺ രൂപയും ആവശ്യപ്പെട്ടിരുന്നു. ഗാർഹിക പീഡനം ആരോപിച്ചാണ് അവർ വിവാഹമോചന ഹർജി സമർപ്പിച്ചത്. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നൽകിയ പരാതിയെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടെ 2013 ഏപ്രിലിൽ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെച്ചു. തുടർന്ന് കേസുമായി ബന്ധപ്പെട്ട ധാരണയുടെ ഭാഗമായി തിരുവനന്തപുരത്തെ വീട് ഉൾപ്പെടെ നഷ്ടപരിഹാരം നൽകി ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞു. ഇതിനുശേഷം 2014 ജനുവരിയിൽ ഗണേഷ് കുമാർ ബിന്ദു മേനോനെ വിവാഹം ചെയ്തു. കൊട്ടാരക്കരയിലെ തറവാട് വീട്ടിൽ വെച്ച് അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങായിരുന്നു ആ വിവാഹം. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് ഗണേഷ് കുമാറിനെ പ്രശംസിച്ച് ബിന്ദു നടത്തിയ പരാമർശങ്ങളും അന്ന് ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഉയർന്നിരിക്കുന്ന കുടുംബ വിവാദങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. വാളകത്തെ കുടുംബ വീട്ടിൽ മുന്നറിയിപ്പില്ലാതെ എത്തിയ ഭാര്യ ഗണേഷിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കാണുകയായിരുന്നു. മുൻ DGP ആർ. ശ്രീലേഖയുടെ ഭർത്താവിന്റെ സഹോദരിയാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ. ഇവർ ഉടൻ തന്നെ ആർ. ശ്രീലേഖയെ ഫോണിൽ ബന്ധപ്പെട്ടു. നടന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്രീലേഖയെ ധരിപ്പിച്ചപ്പോൾ സുരക്ഷയ്ക്കായി സർക്കാർ ഏർപ്പെടുത്തിയ 112 ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സഹായം തേടാനാണ് ശ്രീലേഖ ഉപദേശിച്ചത്. ശ്രീലേഖയുടെ നിർദ്ദേശമനുസരിച്ച് തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കൈകാര്യം ചെയ്യുന്ന 112 നമ്പർ ബന്ധപ്പെട്ട ഭാര്യ താൻ ആരാണെന്നും കാര്യത്തിന്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ചും പോലീസിനെ അറിയിച്ചു. താമസിയാതെ സ്ഥലത്തെത്തിയ പോലീസ് സംഭവത്തിൽ ഇടപെടാതെ പിൻവാങ്ങുകയായിരുന്നു. വീട്ടിൽ തിരിച്ചു കയറിയ ഇവർ വീണ്ടും ഗണേഷ് കുമാറിന്റെ ഫോട്ടോകൾ എടുത്തു. ഭാര്യയിൽ നിന്നും മൊബൈൽ കൈക്കലാക്കാൻ സഹായികളായ പ്രദീപിനോടും ശാന്തനോടും നിർദ്ദേശം നൽകിയാണ് മന്ത്രി ചെയ്തതെന്നാണ് ആരോപണം. ഇതനുസരിച്ച് വാതിൽ കുറ്റിയിട്ട സഹായികൾ ഇവരിൽ നിന്ന് മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ വിട്ടുകൊടുത്തില്ല. ഇതിനിടയിൽ പോലീസിന്റെ സഹായത്തിനായി ഉച്ചത്തിൽ കരഞ്ഞ് അപേക്ഷിച്ചു. പിടിവലികൾക്കിടയിൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ഭാര്യ പുറത്ത് പോലീസ് സംഘത്തെ കാണാതിരുന്നതിനാൽ അവർ വന്ന ടാക്സിക്കാരിൽ തിരിച്ചു പോവുകയായിരുന്നു.